2-3 മാത്രമേ ഈ അമ്മ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ സമയം എന്ന് പറഞ്ഞാൽ ഞാനവിടെ ഉണ്ടായിരുന്ന 5 മണിക്കൂറും അമ്മയുടെ കയ്യിലൊരു കൊച്ചുണ്ടായിരുന്നേ. ഇന്നലെ ഞാൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ സ്പെഷ്യൽ സ്കൂളിലായിരുന്നു. അവിടുത്തെ പേരൻസിനോട് സംസാരിക്കാൻ പോയതായിരുന്നു. ഈ സ്നേഹം കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ അമ്മമാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി അവരോട് സംസാരിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് കുറേ കളിച്ചു, ആക്ടിവിറ്റീസ് ചെയ്തു, എന്നാ പറയണ്ടേ, അഭിനയിച്ചു. അന്നേരം എല്ലാം ഈ അമ്മയുടെ കയ്യിൽ ഈ കൊച്ചുണ്ടായിരുന്നു കേട്ടോ. ഇത് കരയുന്നൊന്നുമല്ല കേട്ടോ, അവർ അഭിനയിക്കുന്നതാണേ. ഗ്രൂപ്പിൽ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴും ഈ കൊച്ചുണ്ടായിരുന്നു അടുത്ത്. എന്തിനവസാനം പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻ്റ് അടക്കമുള്ളവരൊക്കെ വന്ന് നമ്മുടെ പ്രോഗ്രാം ഒന്ന് അവസാനിപ്പിക്കുന്ന സമയത്തും അമ്മയുടെ കയ്യിൽ ആ കൊച്ചവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പം ആ അമ്മയുടെ മുഖത്ത് നോക്കിയാലും ഒരു ചിരി അവിടെ കാണാമായിരുന്നേ. നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ തൊടുന്ന രീതിയിലായിരുന്നു ഓരോ അമ്മമാരുടെ മുഖത്തുണ്ടായിരുന്ന ചൈതന്യം. പ്രോഗ്രാം കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുവാണ്. അമ്മമാർ ഒത്തിരി സമയം എടുത്തിട്ടാണ് മക്കൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്ത്. ഒത്തിരി ബഹുമാനത്തോടെയാണ് ഞാൻ ഈ ഒരു കുടുംബത്തിൻ്റെ മുമ്പിൽ നിന്ന്. ഓരോ സെക്കൻഡിലും എന്ത് കാര്യമായിട്ടെന്നറിയാം അവരാ കുഞ്ഞനിയനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ദൈവത്തെ നേരിട്ട് കണ്ട സമയം എന്നൊക്കെ പറയാം. മക്കളിൽ നിന്ന് ഇത്രമാത്രം നിഷ്കളങ്കമായ സ്നേഹം കിട്ടുന്ന അമ്മമാരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോവാണ്. അവിടെ ചെറിയൊരു സ്ഥലത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നതും മക്കളെ ഇരുത്തുന്നതും എല്ലാം. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഷെയറിങ് ഇങ്ങനെയൊക്കെ വരുമ്പം ഈ മക്കളൊക്കെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നൊക്കെ ഞാനിങ്ങനെ ആദ്യം ഓർത്തേ. പക്ഷേ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇറ്റ് വാസ് എ ബ്ലെസ്സഡ് മൊമെൻറ്റ്. ഞങ്ങളുടെ ഒപ്പം ആ മക്കളെല്ലാം സഞ്ചരിക്കുമായിരുന്നു. അവർ ഞങ്ങളുടെ ഒപ്പം പൊട്ടിച്ചിരിച്ച് മറിഞ്ഞു. സത്യം പറഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് എൻ്റെ ഉള്ളിൽ വന്ന മാറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നിഷ്കളങ്കരായ മാലാഖമാർക്ക് എല്ലാവരും കൂടെ ഭക്ഷണം വിളമ്പി. മക്കളെല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മമാർ ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സമയത്ത് മക്കളെല്ലാവരും കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂട്ടുകൂടിയിരുന്നു. ഒരൈശ്വര്യമുള്ള നല്ലൊരു ടീച്ചറും അവരെ ഹെൽപ്പ് ചെയ്യുന്ന 2 അമ്മമാരും. ഇവർ ഈ ചെയ്യുന്ന ജോലിക്കൊക്കെ എങ്ങനെ നമ്മൾ പ്രതിഫലം നൽകും? ദൈവം വസിക്കുന്ന ഇടങ്ങൾ. 2 മണി കഴിഞ്ഞപ്പിനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ അമ്മ ഒത്തിരി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എനിക്ക് ടാറ്റ തന്നു. കൂടെ ആ നല്ല മോനും. പകരം വയ്ക്കാനില്ലാത്ത മാതൃകകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.